ഇന്ന് നടന്ന ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസ് IPL മത്സരത്തിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞ് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ആര് എത്ര റൺസ് എടുത്തു, ആരെത്ര വിക്കറ്റ് ഇട്ടു എന്നതിനെ കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. ആരുടെ അക്കൗണ്ടിലേക്ക് ഏറ്റവും കൂടുതൽ ക്യാഷ് പോയി എന്നുള്ളതായിരിക്കും പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ മോനെ സഞ്ജു, യു ലോസ്റ്റ് സംബഡീസ് റെസ്പെക്ട്. സഞ്ജു വി സാംസണിന് കുറച്ചെങ്കിലും ക്രിക്കറ്റ് ആരാധകരുടെയൊക്കെ ബഹുമാനം ഇന്നത്തെ മത്സരത്തിലോടുകൂടി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. പുള്ളി കോഴ വാങ്ങിച്ചിട്ടുണ്ട് എന്നൊന്നുമല്ല പറഞ്ഞു വരുന്നത്. എന്ത് തന്നെ പറഞ്ഞാലും ഇന്നത്തെ മത്സരം സഞ്ജു വി സാംസൺ ഉൾപ്പെടെയുള്ള രാജസ്ഥാൻ റോയൽസ് താരങ്ങളെ സംശയത്തിന്റെ കരിനിഴലിൽ നിർത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ടോസ് നേടിയ സഞ്ജു വി സാംസൺ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ആ നിമിഷം തന്നെ ആരാധകരിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച ചോദ്യമാണ്, രാജസ്ഥാൻ എന്ത് തേങ്ങാക്കൊലയാണ് കാണിക്കാൻ പോകുന്നത്? ഞാൻ വേണമെങ്കിൽ വാട്സാപ്പിൽ എൻ്റെ ഫ്രണ്ടിന് അയച്ച മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. ബാറ്റിംഗ് എടുത്തപ്പോൾ തന്നെ പറഞ്ഞു, പിന്നെ പ്ലേയിങ് 11 പ്രഖ്യാപിക്കുമ്പം 2 വിദേശ താരങ്ങളെ വരുന്നുള്ളൂ, പിന്നെ സ്പിന്നേഴ്സിനെ ഉൾപ്പെടുത്തേണ്ടടുത്ത് കേശവ് മഹാരാജിന് പകരം ബർഗറെ കൊണ്ടുവരുന്നു. മൊത്തത്തിൽ നോക്കുമ്പം സംശയാസ്പദമാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ ടീം സെലക്ഷനും ഗെയിം സ്റ്റൈലും എല്ലാം. ഏത് പിച്ചിലും വെടിക്കെട്ട് ഓപ്പണിംഗ് ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കുന്ന രാജസ്ഥാൻ്റെ ഓപ്പണിംഗ് വെടിക്കെട്ട് വീരന്മാരിൽ നിന്ന് തുഴയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ജയ്സ്വാളിൽ നിന്നും ഇത്തരത്തിലൊരു തുഴയൊന്നും ആരും പ്രതീക്ഷിച്ചില്ല. സഞ്ജു വി സാംസൺ ആയാലും ഒരു വിക്കറ്റ് ഷോട്ടുകൾക്കൊന്നും ശ്രമിക്കുന്നില്ല. എന്തിനു കളിച്ചു എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. ഇപ്പം ഒബ്സ്ട്രക്റ്റിംഗ് ദ ഫീൽഡ് ഇന്നത്തെ മത്സരത്തിനെ കുറിച്ച് കൂടുതൽ എലാബറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. വൺസ് എ ഫിക്സർ ഓൾവേസ് എ ഫിക്സർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഈ 2 ടീമുകൾക്കും മഹത്തായ ഒരു ഭൂതകാല പാരമ്പര്യം എടുത്ത് പറയാനുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സിനായാലും രാജസ്ഥാൻ റോയൽസിനായാലും മാച്ച് ഫിക്സിങ്ങിലും കോഴയിലും പലതിലും ഉൾപ്പെട്ടിട്ട ചരിത്രമുള്ള ഈ 2 ടീമുകളെ എന്തിന് 2 സീസണിൽ മാറ്റി നിർത്തിയിട്ട് ഇപ്പം കാണിക്കുന്ന പരിപാടി ബലെ 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 ബേഷ് എന്നാണ് പറയാനുള്ളത്. കൂടുതലൊന്നും പറയാനില്ല. സോ പത്തറ്റിക് എന്ന് പറഞ്ഞാൽ വളരെ പത്തറ്റിക്കാണ് ഈ ഇന്നത്തെ മത്സരം. അതിന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് വിജയിച്ചു, അവർ പോയിന്റ് ടേബിളിൽ മുന്നിലേക്ക് വരുന്നുണ്ട്, പ്ലേ ഓഫിലേക്ക് വരുന്നുണ്ട് എന്നൊക്കെ പറയാമെങ്കിൽ പോലും ഇന്നത്തെ മത്സരത്തിലെ പരാജയം ഒരു തരത്തിലും രാജസ്ഥാൻ റോയൽസിന് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർക്ക് ജയിക്കാൻ സോഴ്സ് ഇല്ലാഞ്ഞിട്ടാണോ? ഇപ്പം ക്രിക്കറ്റാണ്, 20 ഓവറിനുള്ളിൽ 120 പന്തിനുള്ളിൽ എന്തും നടക്കാമെന്നൊക്കെ പറയുന്നതല്ലാതെ പവർ പ്ലേ ഓവറുകളിലെങ്കിലും മത്സരത്തിന്റെ കംപ്ലീറ്റ് റിസൾട്ടിൽ ഫിക്സിങ്ങിൽ നടന്നില്ല എന്ന് പറയാമെങ്കിൽ പോലും പവർ പ്ലേ ഓവറുകളിലെങ്കിലും ഫിക്സിങ് നടന്നിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം അമ്മാതിരി അത്രയും ശോകം പെർഫോമൻസ് ആയിരുന്നു രാജസ്ഥാൻ്റെത്. ഒരു തരത്തിലും യുക്തിയെ സാധൂകരിക്കാൻ കഴിയാത്ത പ്രകടനമായിരുന്നു രാജസ്ഥാൻ റോയൽസിന്റെ താരങ്ങളിൽ നിന്നും ഉണ്ടായത് എന്നുള്ളത് അടിയുറച്ച് ആവർത്തിച്ച് പറയേണ്ട സാധനം തന്നെയാണ്. ഇന്നത്തെ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ പരാജയം എഴുതുമ്പോൾ എവിടെയെങ്കിലും ചതിയുടെ, കോഴയുടെ, കൊടും ക്രൂരതയുടെ ചതി മണക്കുന്ന വഴിനിലങ്ങളെ കുറിച്ച് കൂടി എഴുതേണ്ടി വരും. ഏതായാലും കോഴക്കളിയിൽ ചെന്നൈ ജയിച്ചു എന്നായിരിക്കും നാളത്തെ ടാഗ്ലൈനും കാര്യങ്ങളൊക്കെ വരുന്നത്. എനിവേ, എന്നും ഈ മാച്ച് സ്പെക്കുലേഷന്റെ പരിധിയിൽ തന്നെ വരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല.